ഞാനൊരു 4 വർഷം മുമ്പാട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. കൊറോണ സമയത്തായിരുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായത്. അന്ന് കുറേ പേര് തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഞാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിടും. പിന്നെ ഞാൻ നിർത്തിയിട്ടോ. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഒരു 1 ഇയർ മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. പിന്നീട് അത് കണ്ടിന്യൂ ചെയ്തില്ല. ഇപ്പോൾ 2 മാസം മുമ്പ് തൊട്ട് ഞാൻ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ 2 മാസം മുമ്പ് എനിക്ക് ഷോർട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് 586 സബ്സ്ക്രൈബേഴ്സായിരുന്നു ഉണ്ടായത്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു 3000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ലോങ് വീഡിയോ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 3108 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ധൈര്യത്തിൻ്റെ പുറത്താണ് ഈ ലോങ് വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ഞാൻ സാധാരണ നമ്മുടെ വീട്ടിൽ ഞായറാഴ്ച ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കുമല്ലോ, അത്ര തന്നെയുള്ളൂ. ഞാനൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്നതാണ്. കുക്കർ ബിരിയാണി എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മോൾക്കും ഞാൻ ഉണ്ടാക്കാനുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് അവർ പറയുന്നത് കുക്കർ ബിരിയാണിയാണ്. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കുക്കർ ബിരിയാണി. എനിക്ക് വേറെ ആരുടെ ബിരിയാണി കഴിക്കുമ്പോഴും എൻ്റെ ബിരിയാണി അത്ര പെർഫെക്റ്റായിട്ട് എനിക്ക് തോന്നാറില്ല കേട്ടോ. അത് എൻ്റെ മാത്രം ഒരു അഹങ്കാരമാണ്. ഞാൻ വേറെ നല്ല ബിരിയാണി കഴിക്കാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ റെസിപ്പി പറയാനൊന്നുമില്ല. സാധാരണ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ കാണുന്നത് തന്നെയാണ്, അത്ര തന്നെയുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഞായറാഴ്ച ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അങ്ങനെ ഞാനൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വീക്കെൻഡ് വരുമ്പോൾ വീട്ടിൽ തന്നെ ഓൾമോസ്റ്റ് കുക്കർ ബിരിയാണി സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഈ വീക്കെൻഡ് കുക്കർ ബിരിയാണിയൊന്നും എൻ്റെ ഹസ്ബൻഡിനും മോൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ മീനൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫിലോപ്പി അങ്ങനത്തെ മീൻ വെച്ച് വറുത്ത്, അങ്ങനെ നമ്മുടെ ഞായറാഴ്ച സാധാരണ ഓരോ പരിപാടികൾ, പിന്നെ എന്ത് പരിപാടി കഴിഞ്ഞാലും നമുക്ക് കഴിക്കാൻ ഇഷ്ടം പോലെ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ എനിക്ക് കഴിക്കാൻ ഇഷ്ടം പോലെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മീൻ വറുത്ത് ഞാൻ പറഞ്ഞില്ലേ, ഫിലോപ്പി മീൻ വറുത്തു. മീൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫ്രഷ് മീനായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ സൺഡേയിലെ ഫുഡൊക്കെ കഴിച്ചു. ഇത്രയ്ക്കൊക്കെ ഉള്ളൂ എൻ്റെ ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാറുണ്ടെങ്കിൽ പറയുക. അത്രയ്ക്കൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.